ശരീരത്തിനും അതനുസരിച്ചുകൊണ്ട് ഓടാൻ സാധിക്കുന്ന, എത്തിപ്പിടിക്കാൻ സാധിക്കാവുന്ന ഊർജം ലഭ്യമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനസ്സ് വറ്റി വരണ്ട് ശരീരം ആരോഗ്യപൂർണ്ണമായി കഴിഞ്ഞാൽ അതിന് സാധ്യമല്ല. മനസ്സും ശരീരവും ആരോഗ്യസമ്പന്നമാവുകയും മസ്തിഷ്കം വിജ്ഞാനത്താൽ തളിർത്തു നിൽക്കുകയും ചെയ്യുന്ന ദൈക്ഷണികമായ വ്യക്തിത്വത്തെയാണ് വിശുദ്ധ ഖുർആൻ ഏറ്റവും പ്രധാനമായി ആഗ്രഹിക്കുന്നത്. ഈ നിലനിൽക്കുന്ന ദൈക്ഷണിക വ്യക്തിത്വ രംഗത്ത് എന്ന നിലയ്ക്ക്, വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് നാം എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് പരിശോധിക്കുക. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥി സമൂഹത്തെ പ്രതിനിധീകരിക്കുന്ന വിദ്യാർത്ഥി സംഘടനകൾ ദൈക്ഷണികമായ രംഗത്ത് എത്രത്തോളം ചെയ്യാൻ സാധിക്കുന്നുണ്ട് എന്നത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. സർഗാത്മകതയെ സംബന്ധിച്ചിട്ടുള്ള, ക്രിയേറ്റിവിറ്റിയെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച ഈ സെഷന് ശേഷം ഇവിടെ വരാനുണ്ട് എന്നത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ. നമ്മുടെ വിദ്യാലയങ്ങൾക്കും വിദ്യാർത്ഥി കൂട്ടങ്ങൾക്കും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കും വിദ്യാർത്ഥികളുടെ പുതിയ തലമുറയുടെ ദൈക്ഷണികമായ വ്യക്തിത്വത്തിന് ആവശ്യമാകുന്ന കാര്യങ്ങൾ നിർവഹിക്കാൻ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. വിളിച്ച് പഴകിയിട്ടുള്ള മുദ്രാവാക്യങ്ങളെ അക്ഷരങ്ങൾ മാറ്റി, ആശയങ്ങൾ മാറ്റി ചേർത്ത് വിളിക്കുകയല്ലാതെ പുതിയ കാലത്ത് വേറാവുന്ന ശരിയായ ധാർമ്മിക ബോധമുള്ള വിദ്യാഭ്യാസത്തെ ക്രമീകരിക്കാവുന്ന തരത്തിലേക്ക് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് വളരാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് എന്റെയും നിങ്ങളുടെയും ദൈക്ഷണിക വ്യക്തിത്വം ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളതാണ്. ഇസ്ലാമിന് ഈ രംഗത്ത് വളരെ പവിത്രമുള്ള, പ്രോത്സാഹിക്കുന്ന ഒരു ചരിത്രം പറയാറുണ്ട്. ലോകം മുഴുവൻ ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിലേക്ക് വന്നിട്ടുള്ള അബ്ബാസിയ പീരിയഡ് നിങ്ങൾക്കറിയാവുന്നതാണ്. ഞാൻ ആ കാര്യം കൂടുതൽ ചർച്ച ചെയ്യുന്നില്ല. നമ്മുടെ കൂടെ ഉണ്ടാകേണ്ടത് ആൾക്കൂട്ടങ്ങളല്ല, ആ ആൾക്കൂട്ടത്തിൽ തലച്ചോർ ആവശ്യമായിരിക്കണം. കാലത്ത് വീണാകുന്ന വൈജ്ഞാനിക പിന്തുണയുള്ള ഒരു തലച്ചോറില്ലാതെ ഒരിക്കലും നമുക്ക് ലോകത്തെ അതിജയിക്കാൻ സാധ്യമല്ല. ഇസ്ലാം ലോക സമൂഹത്തിൽ നൽകുന്നത് ഈ വിജ്ഞാനത്തിന്റെ വ്യക്തിത്വത്തെയാണ്. അതിൽ ഏറ്റവും പ്രധാനമായി ആവശ്യമുള്ളത് സമയത്തിന്റെ സദ്വിനിയോഗമാണ്. വിദ്യാർത്ഥികൾ എന്ന നിലയ്ക്ക് നമുക്ക് ലഭിക്കുന്ന സമയം വിദ്യാർത്ഥി കാലഘട്ടത്തിലും ശേഷവും ആ സമയത്തെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. ഇന്റലക്ച്വൽ ആക്ടിവിസം, ദൈക്ഷണികമായ ക്രിയാവർക്കുകളെ, പ്രവർത്തനക്ഷമമായ ക്യാമ്പസുകളെ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കണം. അടയാളം വെച്ച പുസ്തകം ഓരോ MSN-കാരന്റെയും അടയാളമായി മാറണം. പുതിയ കാലത്തിന്റെ ചോദ്യങ്ങൾക്ക് പ്രതാപവും പവിത്രതയുമുള്ള, പ്രാമാണികതയുള്ള ഇസ്ലാമിക സന്ദേശങ്ങളുടെ അകവലത്തിയിരുന്നുകൊണ്ട് പുതിയ ഉത്തരങ്ങൾ നൽകാൻ സാധ്യമാകാവുന്ന വ്യക്തിത്വം പടുത്തുയർത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഡിഗ്രിക്ക് പഠിക്കുന്ന, ബിരുദത്തിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി 3 വർഷം ക്യാമ്പസിൽ ചെലവഴിക്കുന്നു. ആ ക്യാമ്പസിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ അവന്റെ കയ്യിൽ കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് മാത്രമായിരിക്കരുത് അവന്റെ കൈമുതലായി ഉണ്ടാകേണ്ടത്. ലോകത്ത് വരുന്ന, സമൂഹത്തിൽ വരുന്ന, സമുദായത്തെ ബാധിക്കുന്ന, വിശിഷ്യ വിജ്ഞാന വിദ്യാഭ്യാസ മേഖലയെ പ്രതിനിധീകരിക്കുന്ന വിഷയങ്ങളിൽ ഏതാണ് മാർഗം, ഏതാണ് ശരിയെന്ന് കൃത്യമായി കാണിച്ചു കൊടുക്കാൻ കഴിയാവുന്ന ദൈക്ഷണിക വ്യക്തിത്വമുള്ളവരായി വളരാൻ സാധിക്കണം. ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ ചരിത്രം പരിശോധിക്കുക, നവോത്ഥാനത്തിന്റെ ചരിത്രം പരിശോധിക്കുക. ആ ചരിത്രത്തിൽ കാലത്തെ വെല്ലുന്ന, കാലത്തെ അതിജീവിക്കുന്ന, അല്ലെങ്കിൽ കാലത്തോടൊപ്പമെങ്കിലും ഓടാൻ സാധിക്കാവുന്ന തരത്തിലുള്ള ദൈക്ഷണിക വ്യക്തിത്വം പ്രധാനം ചെയ്യാവുന്ന പാഠ്യപദ്ധതികൾ ബോധപൂർവമായി നവോത്ഥാന നായകന്മാർ ഉൾപ്പെടുത്തിയിരുന്നു എന്നത് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നതാണ്. അറബിക് കോളേജിലേക്ക് ഈ രംഗത്ത് കാര്യമായ ഒരു ദൗത്യം നിർവഹിക്കാനുണ്ടായിരുന്നു അന്നും ഇന്നും എന്നും. ആദ്യത്തെ അറബിക് കോളേജ് അല്ലെങ്കിൽ അറബിക് കോളേജിലെ ഔദ്യോഗികമായ പഠന മേഖലകളിൽ ക്രമീകരിക്കുന്നത് വാഴക്കാട് ദാറുൽ ഉലൂം അറബിക് കോളേജിൽ നിന്നാണ്. വാഴക്കാട് ദാറുൽ ഉലൂം അറബിക് കോളേജിന്റെ ആദ്യകാല പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്ന 2 പുസ്തകങ്ങൾ ആധുനിക കാലഘട്ടത്തിൽ അറബിക് കോളേജ് പാഠ്യപദ്ധതിയിൽ പോലും ഉൾപ്പെടുത്താൻ ഒരുപക്ഷെ അറച്ചു നിൽക്കുകയോ അല്ലെങ്കിൽ ആദർശത്തിന്റെ അതിർവരമ്പുകളുടെ ഇല്ലാത്തതകൾ പറഞ്ഞ് അകറ്റി മാറ്റുകയോ ചെയ്യും. ഒന്ന് ഓ ചന്ദ്രമേനോന്റെ ഇന്ദുലേഖ എന്ന പുസ്തകമാണ്. സമകാല അറബിക് കോളേജ് പാഠ്യപദ്ധതിയിൽ മലയാള ഭാഷ പഠിക്കാനുള്ള സാഹിത്യം പഠിക്കാനുള്ള മേഖല എന്ന നിലയ്ക്കോ മറ്റോ ഇന്ദുലേഖയോ
സമാനമായ മറ്റൊരു പുസ്തകമോ അറബി കോളേജ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയാലുണ്ടാകുന്ന കോലാഹലത്തെയും പോർവിളിയെയും സമകാല നവോത്ഥാന നായകന്മാരുടെ സമകാല നവോത്ഥാന ചരിത്രത്തിൽ നിന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഞാൻ സൂചിപ്പിക്കുന്നത് ചന്തുവേരയുടെ ഇന്ദുലേഖയുടെ ഇതിവൃത്തം മതപരമായി ശരിയാണോ തെറ്റാണോ എന്ന് വിശകലനം ചെയ്യാനല്ല, മറിച്ച് അന്ന് ആ കാലഘട്ടത്തിലെ നവോത്ഥാന നായകന്മാർക്ക് ഇസ്ലാമിന്റെ മുന്നണി പോരാളികളായ പണ്ഡിതന്മാർക്കുണ്ടായിരുന്ന ക്രാന്തദർശിത്വമുള്ള ദൈക്ഷണിക വ്യക്തിത്വത്തിലേക്ക് യുവസമൂഹത്തെ വളർത്തിയെടുക്കാനുള്ള ശക്തിയെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ കേരള പാണനീയൻ എന്ന് പറയുന്ന ഭാഷാ പരിജ്ഞാനത്തെയും വ്യാകരണ പരിജ്ഞാനത്തെയും പരിചയപ്പെടുന്ന പുസ്തകവും അന്ന് അറബി കോളേജ് പാഠ്യപദ്ധതിയിൽ കാണാൻ സാധിക്കുന്നതാണ്. അന്ന് വേറിട്ട വ്യക്തിത്വമായി നിൽക്കാൻ അവർക്ക് സാധ്യമായിരുന്നു. വക്കം അബ്ദുൽ ഖാദർ എന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ മകനുണ്ട്. അതുല്യ മനുഷ്യൻ എന്ന പുസ്തകം അദ്ദേഹത്തിന്റെ ചെറുപ്രായത്തിൽ അദ്ദേഹം എഴുതിയിട്ടുള്ള പുസ്തകമാണ്. ഇന്നത് ഒരുപക്ഷെ വാങ്ങാൻ കിട്ടുമോയെന്ന് എനിക്കറിയില്ല. അതുല്യ മനുഷ്യൻ എന്ന് പറയുന്ന വക്കം അബ്ദുൽ ഖാദറിന്റെ പുസ്തകം അനാട്ടമിയുടെ, ഫിസിയോളജിയുടെ, സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ഏറ്റവും അഗാധ വിജ്ഞാന തലങ്ങളെ ചുഴന്നു നിൽക്കുന്ന പ്രതിഭാധനമാണ് അതിലുള്ളത് എന്നത് ഇന്നൊരു സത്യമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 30 വയസ്സിനുള്ളിൽ മരണപ്പെട്ടിട്ടുള്ള അബ്ദുൽ ഖാദർ, വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ മകൻ, ആ അപാരമായ ദിശാഭാഗത്തെ നമുക്ക് ചരിത്രത്തിലൂടെ വായിക്കാൻ സാധിക്കുന്നതാണ്. നമ്മളൊക്കെയും ഓരോരോ ക്യാമ്പസുകളെയോ വിദ്യാലയങ്ങളെയോ പ്രതിനിധീകരിക്കുന്നവരാണ്. എന്റെ ബുദ്ധിയും എന്റെ ദിശയും എന്റെ ആലോചനാശേഷിയും എത്രത്തോളം ഞാൻ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ലോകം വൈജ്ഞാനിക മേഖലയിൽ മുന്നോട്ട് പോകുന്നു. ലോകത്തിൽ അതിജീവിക്കാവുന്ന വിജ്ഞാന മേഖലകളിൽ ഇസ്ലാമിന്റെയും അതേപോലെ തന്നെ നന്മയുടെയും രംഗത്ത് എതിരി നിൽക്കുന്ന ആളുകൾ അവർ വൈജ്ഞാനികമായി അപൂർവപൂർണമായ പാഠവമുള്ള ആളുകളാണ്. പക്ഷേ വിജ്ഞാനത്തിന് ഇത്രമേൽ പ്രാധാന്യം നൽകിയിട്ടുള്ള നമ്മുടെ ജീവിതത്തിലേക്ക് ഈ ശത്രുക്കളുടെ വിജ്ഞാന ശക്തി പോലും അനുയായികളായ ആളുകൾക്ക് ലഭ്യമാകുന്നില്ല എങ്കിൽ ആരായിരിക്കും ലോകത്തെ അതിജീവിക്കുക എന്നൊരു ചോദ്യമാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ടത്. ഇസ്ലാമിക മൂല്യങ്ങൾ ജയിക്കും, അതിനെ ആർക്കും തകർക്കാൻ സാധ്യമല്ല. അതൊരു സത്യമാണ്. പക്ഷേ മുസ്ലിങ്ങളായ ആളുകളുടെ വൈജ്ഞാനികമായ പിന്തുണ ഇസ്ലാമിക പ്രബോധന മേഖലയിൽ നിന്ന് ഇല്ലാതെ പോയാലുണ്ടാകുന്ന അപകടത്തെ നാം മുന്നിൽ കാണാതിരുന്നുകൂടാ. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന വിവിധ വിഷയങ്ങളിലേക്ക് നമ്മുടെ ചിന്തയും നമ്മുടെ ആലോചനയും പ്രകടിപ്പിക്കാനും കാലഘട്ടത്തിന്റെ വിജ്ഞാനീയങ്ങളുമായി ചേർത്ത് വെച്ച് ഇസ്ലാമിക വിശുദ്ധ ഖുർആനിക സാഹിത്യങ്ങളെ, ശാസ്ത്രങ്ങളെ ലോകത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കാവുന്ന ദൈക്ഷണികമായ വ്യക്തിത്വത്തെ വീണ്ടെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. 2, എന്റെ സ്വകാര്യ ജീവിതമാണ്. വ്യക്തിത്വത്തിന്റെ രണ്ടാമത്തെ ഭാഗം എന്റെ സ്വഭാവശുദ്ധിയുമായി ബന്ധപ്പെട്ട, എന്റെ ജീവിത നിലപാടുകളുമായി ബന്ധപ്പെട്ട, എന്റെ ജീവിത നിഷ്ഠയുമായി ബന്ധപ്പെട്ട മേഖലയാണ്. ഇരുട്ടും രഹസ്യവും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പകലും പരസ്യവുമാകുന്ന തരത്തിൽ എന്റെ ജീവിതത്തിന്റെ ഇരുട്ടുള്ള അവസ്ഥയും എന്റെ ജീവിതത്തിന്റെ രഹസ്യ അവസ്ഥയും എനിക്ക് കാണാൻ സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒന്ന്, എന്റെ സ്വകാര്യ ജീവിതം എത്രത്തോളം സംശുദ്ധമാണ് എന്നതത്രേ. സൈനുൽ ആബിദ് എന്നൊരു പണ്ഡിതനുണ്ട്, റഹ്മത്തുള്ളാഹി അലൈഹി. സൈനുൽ ആബിദ്, ആരാധനയുടെ അലങ്കാരം എന്ന്, ആരാധന നിർവഹിക്കുന്നതിന്റെ അലങ്കാരം എന്ന് ഒരുപക്ഷെ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്താൻ സാധിക്കുന്ന സൈനുൽ ആബിദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരമകന്റെ മകനാണ് എന്ന് ചരിത്രത്തിൽ നമുക്കത് വായിക്കാൻ സാധിക്കും. അത്രത്തോളം ആ ചരിത്രഭാഗങ്ങൾ പരിശോധിച്ചിട്ടില്ല. അദ്ദേഹം മരിക്കുന്ന സമയത്ത് കുറെ ആളുകൾ പട്ടിണിയിൽ കിടന്നു. അദ്ദേഹത്തിന്റെ പ്രദേശത്തുള്ള കുറെ ആളുകൾ സൈനുൽ ആബിദ് മരിച്ചതിന് ശേഷം പട്ടിണിയായിരുന്നു. അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, ഈ സൈനുൽ ആബിദ് വേഷപ്രച്ഛന്നനായി പാവപ്പെട്ട കുറെ ആളുകൾക്ക് രാത്രി കാലങ്ങളിൽ അവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഇല്ലാത്തപ്പോഴുമൊക്കെ ആ വീടുകളിൽ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിരുന്നു എന്ന്.
അതുകൊണ്ട് സയ്യിദുൽ ആബിദ് റഹ്മത്തുള്ളാഹി അലൈഹി മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിന്റെ മുതുകിൽ ഒരു വലിയ പാട് കണ്ടിരുന്നു. എന്താണ് ആ മുതുകിലുള്ള പാട് എന്ന് അന്വേഷിക്കുമ്പോഴാണ് ഗോതമ്പുമാവും അതേപോലെ തന്നെ ആഹാര പദാർത്ഥങ്ങളും ആരോരും കാണാതെ ചുമലിലേറ്റി ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്ന രീതി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിന്റെ പരസ്യ ജീവിതത്തെക്കാൾ പരസ്യമായിരുന്നു രഹസ്യ ജീവിതം അല്ലാഹുവിന്റെ മുമ്പിൽ. അദ്ദേഹത്തിന്റെ പരസ്യ ജീവിതത്തെക്കാൾ രഹസ്യ ജീവിതം വളരെ കൃത്യമായി പരസ്യപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ ഒരു തരത്തിലും വിഷമമില്ലാത്ത വിധം അനുഭവിക്കാൻ സാധിക്കുന്നതായിരുന്നു എന്നതാണ് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും രഹസ്യ ജീവിതം എത്രത്തോളം ശുദ്ധീകരിക്കപ്പെട്ടതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ശീതീകരിച്ച ഇന്റർനെറ്റ് കഫേകളിൽ നിന്ന് വിയർത്ത് കുടിച്ച് പുറത്തേക്ക് വരുന്ന യുവതലമുറയെയാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, കാണാൻ സാധിക്കുന്നത്. എവിടേക്കാണ് മനസ്സ് പാറിക്കളിക്കുന്നത് എന്ന വിഷയം നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതാണ്. ലൈറ്റ് അടച്ചു കഴിഞ്ഞാൽ എന്റെ മൊബൈൽ ഫോൺ ഓണാവുകയാണ്. ആ മൊബൈൽ ഫോണിന്റെ വിവിധ മെനുകളിലേക്ക്, വിവിധ മേഖലകളിലേക്ക് ഇന്റർനെറ്റിന്റെ വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി എന്റെ മനസ്സ് സഞ്ചരിക്കുന്നത് എവിടേക്കാണ് എന്നത് ഒരുപക്ഷെ അടുത്തിരിക്കുന്നവരോ അടുത്തുറങ്ങുന്നവരോ കണ്ടില്ല എന്ന് വന്നേക്കാം. പരമരഹസ്യമായ നിഗൂഢമായ ഇരുട്ടിലുള്ള എന്റെ വ്യക്തിത്വത്തെ പകൽ വെളിച്ചം പോലെ അതിനേക്കാൾ വ്യക്തതയോടെ കാണാൻ സാധിക്കുന്ന പടച്ചുതമ്പുരാൻ എന്റെ കൂടെയുണ്ട് എന്ന തിരിച്ചറിവല്ലാതെ നമ്മുടെ വ്യക്തിത്വത്തെ ശുദ്ധീകരിക്കാൻ മറ്റൊരു വഴിയുമില്ല. ആമുഖ ഭാഷണം നിർവഹിച്ചിട്ടുള്ള റാഫി പേരാമ്പ്രയുടെ വാക്കുകൾ നിങ്ങൾ ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കണമെന്ന് മാത്രം പറഞ്ഞ് ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. രഹസ്യ ജീവിതത്തിൽ രണ്ട് ധർമ്മമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത്. ഒന്ന് ആത്മവിചാരവും, രണ്ട് ആ രഹസ്യ ജീവിതത്തിൽ സദ്വിചാരവും സത്ഫലധന്യമായ പ്രവർത്തനവുമാണ്. എന്ന് പറയുന്ന ഭാഗം, വിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ ഭാഗം, അതിന്റെ വിശകലനം ഇതിനോട് ചേർത്ത് വെച്ച് നിങ്ങൾ വായിക്കുക. പുറംമോടിയല്ല, മറിച്ച് അകത്തു കാണാവുന്ന എന്റെ രഹസ്യ ജീവിതമാണ് എന്റെ വ്യക്തിത്വത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ ഒറ്റയ്ക്കാകുന്ന സമയത്തും നാം ഒറ്റയ്ക്കാകേണ്ടി വരുന്ന സമയത്തും എന്നെ കാണുന്ന മനസ്സിലാക്കുന്ന സർവശക്തനായ പടച്ചതമ്പുരാനെ കുറിച്ചുള്ള ബോധ്യം എന്റെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായും എന്റെ രഹസ്യ ജീവിതത്തെ നമുക്ക് സംസ്കരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് എന്റെ മൊബൈൽ ഫോണിന്റെ ഇൻബോക്സ്, എന്റെ മൊബൈൽ ഫോണിന്റെ സെന്റ് ബോക്സ്, ഔട്ട് ബോക്സ്, ഞാൻ മൊബൈൽ ഫോൺ വഴി ഇന്റർനെറ്റിലേക്ക് വരുമ്പോൾ ഞാൻ ചാറ്റ് ചെയ്യുന്നത്, ഞാൻ ക്രമീകരിക്കുന്നത്, ഇതൊക്കെയും എന്റെ രഹസ്യ ജീവിതത്തിൽ ഞാൻ മാത്രം അറിയുന്നതാണ്. എന്നെ നന്നാക്കാനും എന്നെ സംസ്കരിക്കാനും എനിക്ക് മാത്രമേ കൂടുതൽ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക ഉപകരണങ്ങൾ വഴി എന്റെ രഹസ്യ ജീവിതത്തെ മലിനപ്പെടാവുന്ന തരത്തിൽ മാറുന്ന ലോകത്ത് സങ്കേതങ്ങളും സംഘാതങ്ങളും ഉണ്ടെങ്കിൽ ശരിയായ വ്യക്തിത്വം ക്രമീകരിക്കുന്ന ഞാൻ അവിടേക്ക് പോയിക്കൂടാ എന്ന തിരിച്ചറിവാണ് ഈ സമയത്ത് നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ടത് എന്ന് മാത്രം സൂചിപ്പിക്കട്ടെ. 3, സൗന്ദര്യം ജൈവപരമായ ഒരു പ്രത്യേകതയാണ്. ലോകത്ത് മനുഷ്യനില്ലാതെ മറ്റാരും സൗന്ദര്യത്തെ ഒരു കലയായി ആവിഷ്കരിച്ചെടുത്ത് പുറമോടിയോടെ പകിട്ടോടെ പുറത്തു നൽകുന്നത് കാണാൻ കഴിയില്ല. മനുഷ്യന് മാത്രമാണ് ജൈവവികാരങ്ങളെ കലയായി ഉപയോഗപ്പെടുത്തിയത് കാണാൻ കഴിയുന്നത്. അത്രമാത്രം ആഭാസവും അത്രമാത്രം വെറുപ്പും അറപ്പുമുള്ള ഒന്നാണ് ജൈവവികാരങ്ങളെ ആർട്ടായി പരിഗണിച്ചുകൊണ്ട് അവതരിപ്പിക്കുക എന്ന് പറയുന്നത്. മനുഷ്യന്റെ വ്യതിരിക്തതയാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മറ്റൊരാൾക്ക് കൗതുകം ജനിപ്പിക്കുന്ന, മറ്റൊരാൾക്ക് ആനന്ദം നൽകുന്ന, മറ്റൊരാൾക്ക് ജീവിതത്തിൽ സന്തോഷം പ്രദാനം ചെയ്യുന്നതാണ് ജൈവ വിഭാഗങ്ങളുടെ, ജൈവ വസ്തുക്കളുടെ സൗന്ദര്യം എന്ന് പറയുന്നത്. ആകാരപരമോ പ്രദർശനപരമോ ആയിട്ടുള്ള സൗന്ദര്യം ഇതിൽ ഉൾപ്പെടുന്നതാണ്. മഹാനായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംവിധാനത്തിൽ ഒരിക്കൽ ഇരിക്കുന്ന സമയത്ത് അന്ധനായ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം അവിടേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു അകത്തേക്ക് പോകാൻ ഹിജാബ് സ്വീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. അപ്പോ ഉമ്മ ചോദിച്ചു, എന്തിനാ? അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം കണ്ണു കാണാത്ത ഒരാളല്ലേ? കണ്ണു കാണാത്ത ഒരാള് വന്നാൽ അയാൾക്ക് നമ്മളെയൊന്നും കാണൂലല്ലോ,
പിന്നെ എന്തിനാ ഞാൻ അകത്തേക്ക് പോകുന്നത്, അല്ലെങ്കിൽ മറ സ്വീകരിക്കുന്നത് എന്തിനാണ് എന്ന് മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞ വാക്ക് പുതുതലമുറയിൽ നാം പ്രതിനിധീകരിക്കുന്ന ഇസ്ലാഹിന്റെ നവതലമുറയിൽ ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അബ്ദുല്ലാഹിബ്നു ഉമ്മി മക്തൂമിന് നിന്നെ കാണാൻ കഴിയില്ലെങ്കിലും നിനക്ക് ഉമ്മി മക്തൂമിനെ കാണാൻ സാധ്യമാണ് എന്ന്. നമ്മുടെ സൗന്ദര്യത്തെ രണ്ട് കണ്ണുകൊണ്ടും ആസ്വദിക്കാൻ സാധിക്കുന്നവരുടെ മുമ്പിൽ പ്രകടമാകുന്നത് ഇതിനോട് ചേർത്ത് വെച്ച് നമ്മൾ വായിക്കേണ്ടതാണ്. അതിലേറെ കണ്ണു കാണാൻ കഴിയാത്ത ഒരു അന്ധന്റെ മുമ്പിൽ പോലും സ്വയം ശുദ്ധി വരുത്താൻ വ്യക്തിത്വം കാത്തു സൂക്ഷിക്കാൻ ആ ഖുർആൻ നൽകിയ പ്രവാചകന്റെ വരണം കണ്ണുകൊണ്ട് നേരെ പരസ്പരം കാണാൻ സാധിക്കാവുന്ന ഒരു മുഖത്ത് എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ സൂചിപ്പിക്കുന്നത്, എന്റെ സൗന്ദര്യത്തെ പ്രകടിപ്പിക്കുന്ന ഏറ്റവും പ്രധാനമായ ഒരു ഭാഗം എന്റെ വസ്ത്രമാണ്. പുതിയ തലമുറയിൽ എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. പക്ഷേ ആ വസ്ത്രം അനുവദനീയമാണ് എന്നതിനപ്പുറത്തേക്ക് വിശിഷ്ടമാകണം എന്നത് ഏറ്റവും പ്രധാനമായതാണ്. വലിഞ്ഞു മുറുക്കിയ കയറിട്ട് വലിഞ്ഞു മുറുക്കിയതുപോലെ പലപ്പോഴും നമ്മുടെ വസ്ത്രങ്ങൾ ശരീരത്തിനോട് വലിഞ്ഞു മുറുകിക്കിടക്കുന്നതാണ് എന്നത് പുതിയ കാലം നമുക്ക് നൽകിയ ഒരു ഫാഷനാണ്. അത്തരം പാന്റ് ധരിക്കാത്തവർ വളരെ വിരളമാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഞാൻ സൂചിക്കുന്നത്, ഒരു പുരുഷന്റെയും ഒരു സ്ത്രീയുടെയും വസ്ത്രം എങ്ങനെയായിരിക്കണമെന്നതിന് വിശുദ്ധ ഖുർആനിൽ കൃത്യമായ നിലപാടുകളുണ്ട്. ഇസ്ലാമിൽ വളരെ കൃത്യമായ മര്യാദയുണ്ട്. എങ്ങനെ നമസ്കരിക്കണമെന്നത് വിശുദ്ധ ഖുർആൻ ദീർഘമായി വിശദീകരിച്ചിട്ടില്ല. നമസ്കാരത്തിന്റെ വിവിധ വശങ്ങളെ കുറിച്ചുള്ള സുദീർഘമായ പ്രതിപാദനം വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിൽ കാണാൻ സാധ്യമല്ല. വിശദീകരണമായ പ്രവാചകന്റെ ഹദീസിലാണ് കാണാൻ സാധിക്കുന്നത്. എന്നാൽ എങ്ങനെ നമസ്കരിക്കണമെന്നത് വിശദീകരിക്കാത്ത വിശുദ്ധ ഖുർആൻ എങ്ങനെയായിരിക്കണം വസ്ത്രം ധരിക്കേണ്ടത് എന്ന വിഷയത്തിൽ കൃത്യമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഇടനേകാത്ത വിധം വിശദീകരണം വഴി വികലമാക്കപ്പെടാത്ത വിധം വിശദീകരിച്ചിട്ടുണ്ട് എന്നത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ മതത്തിന്റെ നിർദ്ദേശം ഏറ്റവും പവിത്രമായി എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. ലോകത്ത് എന്റെ കൂടെ ഇരിക്കുന്ന എന്റെ സഹപാഠികളോ എന്റെ ക്ലാസ്സിലിരിക്കുന്നവരോ എന്റെ പരിചയക്കാരോ എന്റെ സുഹൃത്തു വലയമോ ഒരുപക്ഷേ ഞാൻ ധരിക്കുന്ന വസ്ത്രം ധരിച്ചു കൊള്ളണം എന്നില്ല. ഞാൻ സ്വീകരിക്കുന്നത് പോലെ മുടി സ്വീകരിച്ചോളണം എന്നില്ല. ഞാൻ ഉപയോഗിക്കുന്ന റാഗ്, ഞാൻ ഉപയോഗിക്കുന്ന രീതി, ഞാൻ സംസാരിക്കുന്ന സംസാരം സംസാരിച്ചു കൊള്ളണമെന്നില്ല. അവർ ഒരുപക്ഷെ പരിഹാസവുമായി നമ്മുടെ അടുക്കൽ വന്നേക്കാം. പക്ഷേ ആ പരിഹാസത്തിനപ്പുറത്ത് എനിക്ക് പ്രിയങ്കരമാകേണ്ടത് എന്റെ മതത്തിന്റെ നിഷ്ഠയും നിലപാടുമായിരിക്കണം. പക്ഷേ ചിത്രങ്ങളിലൂടെ, സിനിമകളിലൂടെ, TV, സീരിയൽ രംഗങ്ങളിലൂടെ നായികന്മാരും എടുത്തെണിയുന്ന ആഭാസകരമായ വസ്ത്ര സംസ്കാരത്തെ എന്റെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കുകയാണ് നാം ചെയ്യുന്നത് എങ്കിൽ എന്റെ വ്യക്തിത്വമാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. ഒരു മുസ്ലിം പെൺകുട്ടിയുടെ വസ്ത്രം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ചിത്രങ്ങളിലൂടെയോ സീരിയലുകളിലൂടെയോ മിന്നിമറയുന്ന ഏതെങ്കിലും നായികമാരല്ല എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. ആ രംഗത്ത് വളരെ ക്രിയാത്മകരമായ മാതൃകാധന്യമായ വ്യക്തിത്വത്തെ നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കണം. വേറിട്ട് നിൽക്കുന്ന വ്യക്തിത്വമായി വസ്ത്രരംഗത്ത് സൗന്ദര്യത്തെ കാത്തു കരുതി വെക്കുന്ന രംഗത്ത് MSMകാർക്ക്, MGMകാർക്ക്, വിദ്യാർത്ഥിനികൾക്ക് സാധ്യമാകേണ്ടതുണ്ട്. എല്ലാവരും ഉടുത്തണിഞ്ഞു വരുന്ന വർണ്ണ പ്രപഞ്ചത്തെ കമനീയമായി നിർത്താവുന്ന ഫാഷൻ ഡിസൈനിങ്ങിന്റെ ഏറ്റവും നല്ല കണ്ടുപിടുത്തങ്ങളോട് രാജിയാകുന്ന ഒരു വ്യക്തിത്വമല്ല ഞാൻ സ്വീകരിക്കേണ്ടത്. എന്റെ വസ്ത്രത്തിൽ നിന്ന് എന്റെ അകത്തുള്ള വിശ്വാസത്തെ വായിച്ചെടുക്കാൻ സാധിക്കണം. എന്റെ പരലോക ചിന്തയെ വായിച്ചെടുക്കാൻ സാധിക്കണം. പരലോകത്തെ കുറിച്ച് പറയുന്നിടത്ത് അവർ പരലോകമുണ്ട് എന്നതിന് സാക്ഷികളായിരിക്കുമെന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്റെ വസ്ത്രം കണ്ടാൽ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ കഴിയണം പരലോകമുണ്ട് എന്നത്. എന്റെ വസ്ത്രത്തിന്റെ ചുളിവുകൾ, എന്റെ വസ്ത്രത്തിന്റെ ആധാരങ്ങൾ, എന്റെ വസ്ത്രത്തിന്റെ ആധാര ഭംഗികൾ, എന്റെ വസ്ത്രത്തിന്റെ നിറവും ചുവയും, എന്റെ വസ്ത്രത്തിന്റെ നീളവും നീളം കൂടുതലും കുറവുകളും ഏതുവരെ വരണം, ഏതുവരെ വന്നുകൂടാ, എവിടെ മുറിക്കണം, എവിടെ മുറിച്ചുകൂടാ, എവിടെ ദ്വാരം വീഴ്ത്തണം, എവിടെ ദ്വാരം വീഴ്ത്തിക്കൂടാ,
ഇതിന് മതത്തിന്റെ നിർദ്ദേശങ്ങളെ പാലിച്ച് പരലോകമുണ്ടെന്നതിന് സാക്ഷിയാകുന്ന തരത്തിൽ എന്റെ വസ്ത്രത്തെ എനിക്ക് ക്രമീകരിക്കാൻ സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, അടുത്തിരിക്കുന്നവന്റെ വസ്ത്ര സംസ്കാരമല്ല എന്റെ വസ്ത്ര സംസ്കാരം. അവന്റെ വസ്ത്ര സംസ്കാരം മതപരമാകുന്നിടത്തോളം കാലം, മറിച്ച് എന്നെ അടുത്തിരുത്തി ഒരു കൊച്ചുകുട്ടിയെ പോലെ എന്നെ ഉപദേശിച്ചിട്ടുള്ള പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ് ഈ വിഷയത്തിൽ എനിക്ക് പിൻപറ്റാൻ സാധിക്കേണ്ടത് എന്നതാണ് സൂചിപ്പിക്കുന്നത്. ആൺ പെൺ സൗഹൃദങ്ങൾ പൂത്തുലയുന്നൊരു കാലമാണ് നമ്മുടെ നാട്. സർഗാത്മകമായ ക്യാമ്പസിന്റെ അതിരടയാളമായി നിശ്ചയിച്ചു വയ്ക്കുന്നത് ആൺ പെൺ സൗഹൃദത്തിന്റെ തീഷ്ണതയും അതിന്റെ വരൾച്ചയുമാണ്. ആൺപെൺ സൗഹൃദങ്ങൾക്ക് അതിരുവിട്ട ആൺപെൺ സൗഹൃദങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുന്ന ക്യാമ്പസുകൾ സർഗാത്മകത മരിച്ച ക്യാമ്പസുകളാണെന്ന് വിളിച്ചു പറയുന്ന വിദ്യാർത്ഥി കൂട്ടങ്ങളുടെ പിന്നിൽ അണിനിരക്കുകയല്ല, മറിച്ച് ആൺപെൺ സൗഹൃദങ്ങൾക്ക് ധർമ്മം നിശ്ചയിച്ചിട്ടുള്ള, ധാർമ്മികത നിശ്ചയിച്ചിട്ടുള്ള അതിർവരമ്പുകളെ കാത്തു സൂക്ഷിക്കാവുന്നിടത്താണ് എന്റെ വ്യക്തിത്വമുള്ളത് എന്നതാണ് നമുക്ക് വിശകലനം ചെയ്യാൻ സാധിക്കേണ്ടത്. ക്യാമ്പസുകളിൽ ഒരു പെണ്ണിനോട് മിണ്ടാത്തൊരു പുരുഷനെ, ഒരു ആൺകുട്ടിയെയോ ഒരു ആൺകുട്ടിയോട് മിണ്ടാത്തൊരു പെൺകുട്ടിയെയോ ഉണ്ടാക്കിയെടുക്കണമെന്ന് പറയാനല്ല ഞാൻ ഈ വാക്ക് ഉന്നയിച്ചിട്ടുള്ളത്. മറിച്ച് സൗഹൃദങ്ങൾക്ക് ലൈംഗികതയുടെ കാമത്തിന്റെ ചുവ നൽകിയിട്ടുള്ള കാമബന്ധിതമായ സൗഹൃദങ്ങളുടെ ആട്ടപ്പുഴകളാണ് ക്യാമ്പസുകൾ എങ്കിലും സർഗാത്മകതയായി വിലയിരുത്തുന്നത് എന്ന് പറഞ്ഞുകൂടാ. പ്രിയപ്പെട്ടവരെ, ആൺകുട്ടികളെ, പെൺകുട്ടികളെ, എന്റെ ജീവിതത്തിന്റെ വ്യക്തിത്വം അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോയിക്കൂടാ. നമ്മുടെ ആദർശബന്ധിതമായി വളർന്നു വരുന്ന നവോത്ഥാന പൈതൃകത്തിന്റെ തുടരണികൾ നിർവഹിക്കുന്ന കുടുംബങ്ങളിൽ പോലും പ്രേമം എന്ന് പറയുന്ന അപകടകാരിയായ ഒരു അവസ്ഥയെ വരുത്തി വെച്ചിട്ടുള്ള വിനകൾ ചെറുതെങ്കിലും ഉദാഹരണമായി നമുക്ക് പറയാൻ കഴിയും. ഞാനത് സൂചിപ്പിക്കാൻ വന്നതല്ല, മറിച്ച് എനിക്കിവിടെ വളരെ കൃത്യമായൊരു നിലപാടുണ്ടായിരിക്കണം. ഞാൻ ആരോട് സംസാരിക്കണം, എത്ര സംസാരിക്കണം, അത് ഫോണിലായിരുന്നാലും ചാറ്റിങ്ങിലായിരുന്നാലും ഫേസ്ബുക്ക് വഴിയുള്ള സൗഹൃദ മേഖലകളിലായിരുന്നാലും ശരി, അവിടെ ഏറ്റവും പ്രധാനമായി എത്ര സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, ഏത് പദം ഉപയോഗിക്കണം, എത്രയായിരിക്കണം എന്ന വിഷയത്തിൽ വളരെ കൃത്യമായും കണിശമായും നിലപാടെടുക്കാൻ എനിക്ക് സാധിക്കേണ്ടതുണ്ട്. അനർഹമായ ഒന്ന് എന്റെ സൗഹൃദം വഴി മറ്റൊരാൾക്ക് വകവെച്ച് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന തിരിച്ചറിവാണ് സൗഹൃദങ്ങളുടെ രംഗത്തിൽ എന്റെ വ്യക്തിത്വമായി വരേണ്ടത്. ഒരു മിസ് കോൾ വഴി ജീവിതത്തിന്റെ മാനം കളയേണ്ടി വരുന്ന പെൺകുട്ടികളുടെ കഥകൾ എത്രയാണ് നമ്മൾ വായിച്ചു തള്ളിയിട്ടുള്ളത്. അതിനാൽ ഈ വിഷയത്തിൽ പ്രധാനമായി സൂചിപ്പിക്കാനുള്ളത് സൗഹൃദത്തിന്റെ വ്യക്തിത്വം ശരിയായി കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഒറ്റ വാക്കുകൂടി ഞാൻ ഈ വിഷയത്തിൽ കൂട്ടിച്ചേർത്ത് കൊള്ളട്ടെ. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരു വ്യക്തി വന്നു, ഒരു കച്ചവടക്കാരൻ വന്നു. ആ കച്ചവടക്കാരൻ പ്രവാചകനോട് സൂചിപ്പിച്ച ഒരു വചനമുണ്ട്. പ്രവാചകനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകരെ, എന്റെ ജീവിതം നശിച്ചു. പ്രവാചകൻ ചോദിച്ചു, എന്താണ് കാരണം? പക്ഷെ പ്രവാചകൻ അത് ചോദിക്കുന്നത് അവിടെ സഹാബാക്കിറാമുകൾ ഇരിക്കുന്ന വേദിയായതുകൊണ്ട് അല്പം കഴിഞ്ഞതിനു ശേഷമാണ് പ്രവാചകൻ അത് ചോദിച്ചത്. ഒറ്റയ്ക്ക് ഇരുന്നപ്പോൾ ചോദിച്ചു, എന്താണ് അതിന് കാരണം? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈത്തപ്പഴ കച്ചവടക്കാരനാണ്. ആ ഈത്തപ്പഴം കച്ചവടം ചെയ്യുമ്പോ ഒരു പെൺകുട്ടി, ഒരു യുവതി എന്റെ അടുക്കൽ ഈത്തപ്പഴം വാങ്ങാൻ വന്നു. ആ യുവതിക്ക് ഞാൻ ഈത്തപ്പഴം കൊടുക്കുമ്പോ ഞാൻ ആ യുവതിയെ നോക്കിയിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷേ ആ ഈത്തപ്പഴം അവൾക്ക് കൊടുക്കുന്ന സമയത്ത് ഒന്നുകൂടി ആ പെണ്ണിനെ രണ്ടാമതൊന്നുകൂടി ഞാൻ നോക്കി. പ്രവാചകരെ, എന്റെ ജീവിതവും എന്റെ കർമ്മങ്ങളും എല്ലാം നശിച്ചുപോയി എന്ന് പ്രവാചകന്റെ മുമ്പിൽ പരിതപിക്കുന്ന ഒരു വ്യക്തിയുടെ സംഭവം ചരിത്രത്തിലുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ സൂചിപ്പിക്കുന്നത് സൗഹൃദങ്ങൾ പൂത്തുലയുന്ന ക്യാമ്പസിൽ ആ സൗഹൃദങ്ങൾക്ക് മതം നിശ്ചയിച്ചിട്ടുള്ള അതിർവരമ്പുകളെ നമുക്ക് കാണാൻ സാധിക്കണം. എന്റെ സൗന്ദര്യം എവിടങ്ങളിൽ വിഹിതമായി പ്രദർശിപ്പിക്കാമെന്നതിന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഓരോരോ നിബന്ധനകളെ കൃത്യമായി മനസ്സിലാക്കാനും ജീവിതത്തിൽ പാലിക്കാനും സാധിക്കേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. അവസാനം ഒരു പദം കൂടി ചേർത്ത് വെക്കട്ടെ. നമ്മളിലൊക്കെ ശ്രദ്ധാവായ പരിപാലകനായ പടച്ചതമ്പുരാൻ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു മുദ്രയുണ്ട്. ആ മുദ്ര ഓപ്പറേഷൻ വഴി പോലും പറിച്ചു മാറ്റാൻ കഴിയാത്ത ഒരു മുദ്രയാണ്. ഞാനും എന്റെ ഉമ്മയുമായുള്ള മുദ്രയാണത്. പൊക്കിൽ കൊടിയുടെ ബന്ധം. എന്റെ ആദ്യത്തെ വീടായ മാതാവിന്റെ ഗർഭഗ്രഹത്തിൽ
ഗർഭഗ്രഹത്തിൽ എനിക്കാവശ്യമായ ജീവിത സാഹചര്യം ഒരുക്കിയിട്ടുള്ള സിദ്ധാവായ പടച്ച തമ്പുരാൻ തീർത്താൽ തീരാത്ത ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും പ്രധാനമായ കടപ്പാടായി രേഖപ്പെടുത്തിയിട്ടുള്ള പറിച്ചു മാറ്റാൻ കഴിയാത്ത മുദ്ര നിന്റെ ശരീരത്തിൽ മാതാവിനോടുള്ള മുദ്രയായി ചേർത്ത് വെച്ചിരിക്കുന്നു. പൊക്കിൽ കുടി ബന്ധം എന്ന നിലയ്ക്ക് ഓപ്പറേഷൻ വഴിയോ മറ്റോ ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കാത്ത ഒരു മുദ്രയായി നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും. പുതിയ കാലവും പുതിയ സംസ്കാരവും മാതൃകൃത ബന്ധങ്ങളിൽ വിള്ളലുകൾ കൊടുക്കുകയും വിജ്ഞാനത്തിന്റെ വികാസം വളരുന്നതിനനുസരിച്ചുകൊണ്ട് മാതൃബന്ധത്തിലേക്ക് പിതൃബന്ധത്തിലേക്ക് അകൽച്ച കൂടുകയും ചെയ്യുന്ന ഒരു കാലമാണ്. വൃദ്ധസദനങ്ങൾ ഈ രംഗത്ത് നിങ്ങൾ ചേർത്ത് വെച്ചേക്കുക. 4 അക്കവും 5 അക്കവും മിനിറ്റുകൾക്കും സെക്കൻഡുകൾക്കും ശമ്പളം വേണ്ടി വാങ്ങാൻ വേണ്ടി ദൂരസ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്ത് ജോലിയിൽ വ്യാപൃതമാകുമ്പോ ഞാൻ സ്വീകരിക്കേണ്ട എന്റെ മാതൃപ്രതിബന്ധത്തിന്റെ കടപ്പാടുകൾ നമുക്ക് വിസ്മരിച്ചുകൂടാ. അതിനാൽ മാതൃപ്രതിബന്ധങ്ങൾ ബന്ധങ്ങളുടെ രംഗത്ത് എന്റെ വ്യക്തിത്വമായി നിലകൊള്ളേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. വ്യക്തിത്വം അത് പറഞ്ഞു നടക്കാനുള്ളതല്ല, മറിച്ച് പ്രകടിപ്പിക്കാനും മറ്റുള്ളവർക്ക് അനുഭവിക്കാനുമുള്ളതാണ്. എന്റെ ജീവിതത്തിന്റെ പരമമായ ലക്ഷ്യം സ്വർഗപ്രവേശനമാവുകയും എന്റെ അകത്തുള്ള ഹൃദയത്തിന്റെ സൗന്ദര്യം വിശ്വാസവും ഈമാനും വിജ്ഞാനവും നിറഞ്ഞതാവുകയും ചെയ്യുമ്പോൾ എന്റെ പുറമെയുള്ള വ്യക്തിത്വം തീർച്ചയായും ശുദ്ധീകരിക്കപ്പെടും. ദൈക്ഷണികപരമായ വ്യക്തിത്വത്തിലൂടെ, വിചാരപരമായ വ്യക്തിത്വത്തിലൂടെ നിശ്ചയം ഈ ലോകത്തെ കീഴടക്കാൻ സാധിക്കുന്നത് പോലെ തന്നെ സ്വഭാവ ശുദ്ധിയുടെ വ്യക്തിത്വത്തിലൂടെയും ഈ ലോകത്ത് നമുക്ക് സ്വീകരിക്കാൻ സാധിക്കും. നോളജും വിസ്ഡവും തിരിച്ചറിവിന്റെ മേഖലയിലേക്ക് ഉപയോഗപ്പെടുത്തി വ്യക്തിത്വത്തിന്റെ ഘനകാന്തിയുള്ള പുതിയ പ്രഭാതവും പുതിയ പുലരിയും തീർക്കാൻ ഈ ധന്യമായ കൂടിച്ചേരലുകൾക്ക്